വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തേത് ഒരു റോസ് കെയർ വീഡിയോയാണ്. റോസുകൾക്ക് മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രോഗം ഇല മഞ്ഞളിപ്പും ഇലകളിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടാകുന്നവയുമാണ്. ഇത് പരിഹരിക്കുവാനായി 1 ലിറ്റർ വെള്ളത്തിൽ 3-4 തുള്ളി നീം ഓയിലും സോപ്പ് വാട്ടറും കൂടെ കലക്കി ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയുള്ളത് പൗഡറി മിൽഡ്യൂ ആണ്. ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഇലകളിലും എല്ലാ ഭാഗത്തും. ചെടികൾക്ക് നിർബന്ധമായിട്ടും 2 ആഴ്ചകൾ കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. തീരെ ബലമില്ലാത്ത കമ്പുകൾ ഉണ്ടായി വരുന്നതൊക്കെ മുറിച്ച് മാറ്റിക്കളയണം. ഇവയിലൊന്നും പൂക്കൾ അധികം ഉണ്ടാകുകയില്ല. ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ തണ്ടുകളുടെ അടിയിൽ നിന്ന് നല്ല ശക്തിയോടെ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും അത് നല്ല ബലമുള്ളത് ആകുകയും പൂക്കൾ അധികം ഉണ്ടാവുകയും ചെയ്യും. കരിഞ്ഞതും വാടിയതുമായ പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക. അപ്പോൾ പുതിയ തളിർപ്പുകൾ വന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കരിഞ്ഞ കമ്പുകളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇത് റോസ് ചെടികളുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കും. റോസ് ചെടികളിൽ മാത്രമല്ല, എല്ലാ ചെടികളിലും നിറയെ പൂക്കളുണ്ടാകുവാനായി നഴ്സറിക്കാർ കൊടുക്കുന്ന വളമാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് വെളുത്ത നിറത്തിലാണ് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലും കിട്ടും, എന്നാലും വൈറ്റ് കളറിൽ കിട്ടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇത് ഗ്രാന്യൂൾസാണ്. ഇതെങ്ങനെയാണ് റോസുകൾക്ക് കൊടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യം റോസ് ചെടികളുടെ ചുവട് ഭാഗത്തുള്ള കളകളൊക്കെ പറിച്ചു മാറ്റണം. എന്നിട്ട് ചുവട്ടിലുള്ള മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊക്കെ നന്നായി ഇളകി കിടന്നാൽ വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്നു പോവുകയുള്ളൂ. പിന്നെ ചുവട്ടിലെ മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം. മിക്സ് നല്ല ഇളക്കമുള്ളതാണെങ്കിൽ മഴയത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയും വേരുകൾ ചീയാതിരിക്കുകയും ചെയ്യുള്ളൂ. ചുവട് നന്നായി ഇളക്കിയ മണ്ണിൻ്റെ ഒരു സൈഡിലായി ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് 1 സ്പൂണ് ഓളം DAP ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് മൂടിയിട്ട് കൊടുക്കുക. ചെടികളുടെയും ചട്ടികളുടെയൊക്കെ വലിപ്പം അനുസരിച്ച് വേണം DAP ഇട്ട് കൊടുക്കുവാൻ. ഇത് കുറച്ച് വലിയ ചട്ടിയിലാണ്, അതുകൊണ്ടാണ് അത്രയും ഞാൻ ഇട്ട് കൊടുത്തത്. ചെറിയ തൈകൾക്കൊന്നും DAP ഇട്ട് കൊടുക്കരുത്. അവ നല്ല വളർച്ച ആയതിനു ശേഷം മാത്രം DAP ഇട്ട് കൊടുക്കുക. പിന്നെ വളർന്നു വരുന്ന തൈകളിൽ ആദ്യമായി പൂക്കൾ ഉണ്ടാകുമ്പോൾ ആദ്യം അവയൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക. പിന്നീട് പുതിയ പൂക്കൾ ഉണ്ടാകുമ്പോൾ വലിപ്പത്തിലും നല്ല ശക്തിയിലും വളർന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.